ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KPSTA സ്വദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയൊരു ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇപ്പോൾ സ്കൂൾ തല മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സബ് ജില്ലാ തല മത്സരമാണ് വരാൻ പോകുന്നത്. ആ മത്സരത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോയാണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എല്ലാ ഭാഗവും നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ്? ക്യുമുലോ നിംബസ്. വേലുത്തമ്പി കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1809 വേലുത്തമ്പി കുണ്ടറ വിളംബരം നടത്തിയത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു പോയിന്റ് പോലും, ഒരു മാർക്ക് പോലും നമുക്ക് മിസ് ചെയ്യാനില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ മുഴുവനായിട്ടും കണ്ടുപോകുക. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ലയാണ് എറണാകുളം. കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ കേരള വനിത ആരാണ്? സുഗതകുമാരി. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം കേരള സർവകലാശാല. നെഹ്റു സമാധിയുടെ പേര് എന്താണ്? ഉത്തരം ശാന്തിവനം. നെഹ്റുവിൻ്റെ ആദ്യ ജോലി എന്തായിരുന്നു? ഉത്തരം അഭിഭാഷകൻ. നെഹ്റുവിൻ്റെ ജന്മദിനം ഏത് ദിവസമായാണ് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ ശിശുദിനം. നെഹ്റുവിൻ്റെ ജനനം എന്നായിരുന്നു? ഉത്തരം 1889 നവംബർ 14. 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. നെഹ്റു 13-ാം വയസ്സിൽ അംഗമായ സംഘടന. ഉത്തരം തിയോസഫിക്കൽ സൊസൈറ്റി. ഉത്തരം എന്താണ്? തിയോസഫിക്കൽ സൊസൈറ്റി. നെഹ്റു ഓണേഴ്സ് ബിരുദം നേടിയത് എവിടെ നിന്നാണ്? ഉത്തരം ഇതാണ്, കാംബ്രിഡ്ജ്, 1907. നെഹ്റു വിദേശവാസത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഉത്തരം 1912. ബൾബുകളുടെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം എന്താണ്? ടങ്സ്റ്റൺ. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് ഇരുമ്പ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. സ്റ്റീൽ അഥവാ ഉരുക്കിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏവ? ഉത്തരം ഇതാണ്, ഇരുമ്പ്, കാർബൺ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ്? ഉത്തരം നൈട്രസ് ഓക്സൈഡ്. ഉത്തരം ഇതാണ്, നൈട്രസ് ഓക്സൈഡ്. സസ്യങ്ങൾ രാത്രി സമയത്ത് പുറത്തുവിടുന്ന വാതകം എന്താണ്? തുറന്നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ രാത്രി സമയത്ത് പുറത്തുവിടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകമാണ്
ഉത്തരം ഓക്സിജൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ് 78%. രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ്? രക്തസാക്ഷികളുടെ രാജകുമാരൻ. ഉത്തരം ഭഗത് സിംഗ്. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയത് ആരാണ്? ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയത് ഉത്തരം റോമറാണ്. ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗം കണക്കാക്കിയത് ആരാണ്? റോമർ. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ്. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കാണുന്നത്? ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ എങ്കിൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം. ഉത്തരം വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണാൻ കാരണം വിസരണം. മരീചികയ്ക്ക് കാരണം എന്താണ്? അപവർത്തനമാണ്. മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണത്തിന് കാരണം. മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണത്തിന് കാരണം എന്താണ്? ബുൾബുൾസ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഉത്തരം കാൻഡില. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഉത്തരം ഡയോപ്റ്റർ ആണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ സ്വദേശ് മെഗാ ക്യൂസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ഇതാണ് ആ ചോദ്യം. ഇന്ത്യയുടെ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഇതായിരുന്നു, രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് കുറേയധികം കൂട്ടുകാർ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരുന്നു. അവരാരൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ കറക്റ്റായ ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ എല്ലാ കൂട്ടുകാർക്കും കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം. നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.